ഹലോ ഓൾ വെൽക്കം ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ഇന്നലെ തൊട്ടാണ് നമ്മൾ നമ്മുടെ മേക്ക് ഇറ്റ് ഹാപ്പനിൽ SSLCൻ്റെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രീൻ്റെ ക്ലാസ്സസ് എല്ലാം അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഒരു കുട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ 9th കെമിസ്ട്രിയും ഫിസിക്സും കൂടെ ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 9th കെമിസ്ട്രീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എത്രത്തോളം റെസ്പോൺസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ട, എന്തെങ്കിലും ഒരു യൂസ് വേണമല്ലോ. ആരും കാണുന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 2-3 വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ട് റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും പിന്നീട് വീഡിയോസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയാണ്. ക്ലാസ് 9 കെമിസ്ട്രീൻ്റെ പാർട്ട് 1 ചാപ്റ്റർ 1 ആണ് നോക്കുന്നത്. ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെക്സ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓഡിബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ ഇവിടെ ഒരു കോൺവെർസേഷനാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി ലാപ്ടോപ്പിൽ ഒരു നോക്കുകയാണ്, ഒരു ആറ്റം മോഡൽ നോക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇത് ആറ്റം മോഡൽ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതെ ഇത് ആറ്റം മോഡലാണ്, ഇതുപോലത്തെ വേറെയും മോഡൽസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി താഴെ നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഹിയർ ദ സ്റ്റുഡൻസ് ആർ ഡിസ്കസിങ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ആറ്റംസ് ഇൻ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഫെമിലിയർ ടു യു? അപ്പോൾ ആ പിക്ചർ നോക്കാനാണ് പറയുന്നത്. അതിൽ ആ കുട്ടികൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സബ്സ്റ്റൻസസ് തന്നു കഴിഞ്ഞാൽ അതിൽ ആറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നോക്കുക, ആദ്യം ഷുഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗറിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ചേർന്നാണ് ഷുഗർ ഉണ്ടാവുന്നതെന്നാണ് അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കാർബൺ എത്രയുണ്ട്, ഹൈഡ്രജൻ ആറ്റം എത്രയുണ്ട്, ഓക്സിജൻ ആറ്റം എത്രയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. C12, H22, O11. പിന്നെ അതിൻ്റെ റേഷ്യോയും കൊടുത്തിട്ടുണ്ട്. അതായത് 12 കാർബൺ ഉണ്ട്, പിന്നെ 22 നമ്മുടെ ഹൈഡ്രജൻ ഉണ്ട്, 11 ഓക്സിജൻ ഉണ്ട്. അതാണ് ഈ 12:22:11. അതേ കണക്ക് തന്നെയാണ് ഗ്ലൂക്കോസിൻ്റെയും വാട്ടറിൻ്റെയും കൊടുത്തിട്ടുള്ളത് അല്ലേ. യു ഹാവ് സീൻ ദാറ്റ് ദ മോളിക്യൂൾസ് ഓഫ് ഈച്ച് സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ആറ്റംസ് കമ്പൈൻഡ് ഇൻ എ പർട്ടിക്കുലർ റേഷ്യോ. മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഓരോ സബ്സ്റ്റൻസിലെയും മോളിക്യൂൾസിൽ പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ഒരു പ്രത്യേക റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നോക്കിക്കേ, ഗ്ലൂക്കോസിലാണെങ്കിലും ഷുഗറിലാണെങ്കിലും അതിലുള്ള ആറ്റംസ് സെയിം ആണ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ്. പക്ഷേ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഡിഫറെൻ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഷുഗറിൽ 12:22:11 ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിൽ അത് വേറെയാണ്. അപ്പോൾ അതാണ് പറയണത്, ഒരു സബ്സ്റ്റൻസിൽ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ റേഷ്യോയിലാണ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, കാർബൺ 6ഉം ഹൈഡ്രജൻ 12ഉം ഓക്സിജൻ 6ഉം ആണല്ലോ ഗ്ലൂക്കോസിൽ, പിന്നെ എന്താണ് ഈ ഒരു 1:2:1 എന്നുള്ളത് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാതെ 6ൻ്റെ ടേബിൾ വെച്ചിട്ടാണ് കേട്ടോ നോക്കിയിരിക്കുന്നത്. കാരണം 6ഉം 12ഉം 6ഉം എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6ൻ്റെ ടേബിൾ എണ്ണിക്കഴിഞ്ഞാൽ 1 6 are 6, 2 6 are 12 എന്ന് കിട്ടും. ആ ഒരു രീതിയിൽ അത് ഡിവൈഡ് ചെയ്തിട്ടാണ്, എല്ലാത്തിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 1:2:1 എന്നുള്ള റേഷ്യോയിലേക്ക് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടീസും കാണിക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് വിളിക്കുക എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിഫർ? എന്താണ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? അതായത് ഒരു സബ്സ്റ്റൻസിലുള്ള അതേ സെയിം ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ല വേറെ ഇതിലുണ്ടാവുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾസ് അല്ലേ. ഇപ്പോൾ ചിലതിൽ കാർബണും, ഇപ്പോൾ നമ്മൾ കണ്ടതിലിപ്പോൾ ഗ്ലൂക്കോസിലുള്ളതല്ല വാട്ടറിലുള്ളത് അല്ലേ, വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോന്നനുസരിച്ച് ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്, മോളിക്യൂൾസിൻ്റെ ആ ഒരു എലമെൻറ്റ്സിൽ വ്യത്യാസം വരാം. പിന്നെന്താണ്, റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആറ്റംസ് ഇൻ ദം അല്ലേ. നമ്മളിപ്പോൾ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതിനുള്ള ഉത്തരം. അതായത് ഇപ്പോൾ ഗ്ലൂക്കോസും ഷുഗറും പറഞ്ഞ കണക്ക് അതിനകത്ത് 2ലും കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണെങ്കിലും അത് എടുത്തിട്ടുള്ള റേഷ്യോയിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അത്. ഇനിയിപ്പോൾ അടുത്ത് താഴെ പറയുന്നത്, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ആറ്റംസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് ആറ്റംസ് കൊണ്ടാണ്. അതായത് ആറ്റംസ് ഒന്നിലധികം ആറ്റംസ് ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, ആറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ
ആറ്റത്തിനെക്കാട്ടിലും ചെറിയ പാർട്ടിക്കിൾസും ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ എന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. വേറെ ഏതൊക്കെയായിരിക്കും? ഒന്ന് നമുക്ക് പറയാം. പോസിറ്റീവ് ചാർജ് നൽകുന്ന പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ന്യൂട്രോൺ ഉണ്ട് അല്ലേ. ഈ ന്യൂട്രോൺ എന്ന് പറയുന്നത് അതിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന് എന്താണ് ചാർജ്? നെഗറ്റീവ് ചാർജാണ് അല്ലേ. അപ്പോൾ ആറ്റത്തിനകത്ത് വരുന്ന ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച്, അതായത് ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇത്രയും ചെറിയ, ആറ്റത്തിനെക്കാട്ടിലും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഈ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പോർഷൻ നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ട് അത് പറയാനായിട്ട് മറക്കരുത്. അതുമാത്രമല്ല, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്